ചേലാട് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു. രണ്ടിടങ്ങളിൽ നിന്നുമായി 1,00,000-ലേറെ രൂപയാണ് കവർന്നത്. മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടെങ്കിലും മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല. സമീപത്തെ മറ്റൊരു സ്ഥാപനത്തിന്റെ ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും തെളിവെടുപ്പിന് എത്തി. ചേലാട് ഇരപ്പുങ്കൽ ജംഗ്ഷനിലെ ഒലീവ് ട്രേഡേഴ്സ്, ഏഞ്ചൽ ഫാർമ എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കവർച്ച നടന്നത്. രണ്ടിടത്തും ഷട്ടറിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്തുകടന്നത്. ഒലീവ് ട്രേഡേഴ്സിലേക്ക് മോഷ്ടാവ് ഓടി വരുന്നതിന്റെയും അകത്തു കടന്ന് മേശയ്ക്കുള്ളിൽ നിന്ന് പണമെടുക്കുന്നതിന്റെയും CCTV ദൃശ്യങ്ങളുണ്ട്. എന്നാൽ ശരീരം തുണികൊണ്ട് മൂടിയിരുന്നതിനാൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല. കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒലീവ് ട്രേഡേഴ്സിൽ മോഷണം നടത്തുന്നതിന് മുമ്പ് സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലെ CCTV ക്യാമറ തകർക്കുകയും ചെയ്തു. ഈ സമയത്ത് കുറച്ചുനേരം പ്രദേശത്ത് വൈദ്യുതി വിതരണം മുടങ്ങിയിരുന്നു. ഇതുമൂലം ക്യാമറയുടെ സമീപത്തേക്ക് മോഷ്ടാവ് എത്തുന്നതിന്റെ ദൃശ്യവും ക്യാമറയിൽ പതിഞ്ഞില്ല. ഈ ക്യാമറയിൽ നിന്നുള്ള വിരലടയാളവും ഫോറൻസിക് സംഘം ശേഖരിച്ചു. ഒലീവ് ട്രേഡേഴ്സിൽ നിന്ന് 50,000-ലധികം രൂപ നഷ്ടപ്പെട്ടതായി ഉടമ ജൂഡ് വർഗീസ് പറഞ്ഞു. രാവിലെ കട തുറക്കുവാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോട് കട അടച്ചു പോയതാ. രാവിലെ വന്ന് തുറക്കുമ്പം തുറക്കുന്ന വെച്ചാൽ ഒരു താഴ് കാണാനില്ല. നോക്കി കഴിയുമ്പം അപ്പോൾ താഴ് പൊളിച്ചായിട്ടുണ്ട്. പൈസ ഇരിക്കുന്നത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആദ്യമായതുകൊണ്ട് ഇച്ചിരി പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണാനില്ല, പൈസ കാണാനില്ല. ഒരു 10,000-50,000 രൂപ അടുത്ത് വരും എന്തായാലും, ചില്ലറ നോട്ടുകളൊക്കെ ആയിട്ട്. പോലീസിൽ പരാതി കൊടുത്തു. അവർ വന്ന് അന്വേഷിച്ചു. അവർ വന്ന് നോക്കി അടുത്തുള്ള CCTV ക്യാമറകളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞേ. ബാക്കി കൂടുതൽ വിവരങ്ങൾ അറിയാൻ പാടില്ല. പിന്നെ ഇനി ഫോറൻസിക് വന്ന് പിന്നെ ഫിംഗർ അടയാളം നോക്കാനെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നോക്കിയിട്ട് വേണം കട തുറക്കാൻ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അവർ ഉച്ചയോടുകൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒലീവ് ട്രേഡേഴ്സിൽ നിന്ന് കുറച്ചു ദൂരം മാറിയാണ് ഏഞ്ചൽ ഫാർമ എന്ന മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോൾ താഴ് തകർത്ത നിലയിൽ കണ്ടതോടെയാണ് മോഷണം നടന്നതായി മനസ്സിലായത്. 5,000-ലധികം രൂപ നഷ്ടപ്പെട്ടതായി ഉടമ ബിജു പറഞ്ഞു. മരുന്നുകൾ വലിച്ചുവാരിയിട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ മോനാണ് കട തുറക്കാൻ വന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു 4,000-5,000 രൂപയോളം നമ്മൾ പോയിട്ടുണ്ട്. ചില്ലറയൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ചു വെക്കണേ. പിന്നെ മെഡിസിനൊക്കെ അതിലേക്ക് തൂളിയൊക്കെ എടുക്കുക. അപ്പോൾ അതെന്താ അവസ്ഥ എന്നറിയില്ല. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ രാവിലെ വിവരം അറിഞ്ഞു നേരെ കോളേജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പെട്ടെന്ന് അവർ വന്നു. പ്രദേശത്ത് സമീപകാലത്തൊന്നും മോഷണം നടന്നിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.